എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തേത് ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. ദിയക്കുട്ടി ഫോക്ക് ഡാൻസിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേട്ടോ. മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ പാൻ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നു കേട്ടോ. പിന്നീട് നമ്മൾ പാൻ കേക്ക് യൂസ് ചെയ്യുന്നു. പാൻ കേക്ക് മാത്രം യൂസ് ചെയ്താൽ നമുക്ക് മുഖത്തിന് ഒരു തെളിച്ചം കിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റിലെ നമ്മൾ പാൻ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നു, അതിന് ശേഷം പാൻ കേക്ക് യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പേൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ യെല്ലോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് നോർമലി ഉള്ള ഫേസ് കളറാണെങ്കിൽ റോസ് മിക്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഐ ഷാഡോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പുരികം ഒന്ന് നല്ല വൃത്തിക്ക് നമ്മൾ വരയ്ക്കാറുണ്ട്. അതിനുശേഷം കണ്ണ് നല്ല ഭംഗിയിൽ വാലിട്ട് എഴുതാറുണ്ട് കേട്ടോ. ഫോക്ക് ഡാൻസ് അല്ലേ, നമ്മൾ ഇങ്ങനെ ഫോക്ക് ഡാൻസിന് മേക്കപ്പ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ? സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഫേസ് എക്സ്പ്രഷൻസ് ഒക്കെ ഓഡിയൻസിനും നന്നായിട്ട് കാണാനായിട്ടാണ് ഇത്ര മനോഹരമായിട്ട് വലിയ കണ്ണുകളും പുരികവും ഒക്കെ വരച്ച് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബ്രൈറ്റ്സിനൊക്കെ ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്നത്. നല്ല ബ്രൈറ്റായിട്ട് നമ്മുടെ പുരികവും കണ്ണും ഒക്കെ വരച്ചാലേ ഉള്ളൂ ബാക്കിലെ ഓഡിയൻസിനൊക്കെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫോക്ക് ഡാൻസിൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടാണേ. അപ്പോൾ ഫോക്ക് ഡാൻസിന് പറ്റിയ ഒരു വലിയ പൊട്ട്, ഇപ്പോൾ ചെറിയ പൊട്ടൊക്കെയാണ് നമ്മൾ തൊടുന്നെങ്കിൽ, അല്ലെങ്കിൽ നോർമലി ഉള്ള മേക്കപ്പ് ആണെങ്കിൽ ദൂരെ വെച്ചിട്ട് നമുക്ക് ഫേസ് എക്സ്പ്രഷൻസ് ഒന്നും തന്നെ ഓഡിയൻസ് കാണാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നല്ല മേക്കപ്പ് ചെയ്യുന്നത് ഈ ഫോക്ക് ഡാൻസിനെ. നമ്മൾക്ക് ഇത്തിരി മുടി ഉള്ളതുകൊണ്ട് നമ്മൾ മുടിയൊന്നും വേറെ വെച്ച് കെട്ടിയില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ വളച്ച് കെട്ടിയിട്ട് ഒരു അതിൻ്റെ മാച്ചിങ്ങിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു ഫ്ലവർ തന്നെ യൂസ് ചെയ്യുമായിരുന്നു. ഡാൻസിൻ്റെ കുറച്ച് പാർട്സേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്കാണ് ഡാൻസിൻ്റെ വീഡിയോസ് ഇട്ടിരിക്കുന്നത്. ഇൻ്റർ സ്കൂളിലെ കോമ്പറ്റീഷനോടെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് വീഡിയോ യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ. ഈ നാടോടി നൃത്തത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ശൂർപ്പണഖയുടെയാണ്. കഥ പറയുന്ന ഒരാളായിട്ടാണ് ദിയക്കുട്ടി, അതായത് ഒരു കുറത്തി അല്ലെ ഒരു നാടോടി സ്ത്രീ, അത് ആ ഒരു ഓർണമെൻറ്റ്സും ഡ്രസ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ശൂർപ്പണഖ രാവണൻ്റെ സഹോദരിയാണ്. ശൂർപ്പണഖയുടെ ഭർത്താവ് വിദ്വജ്ജിഹ്വൻ ദേവലോകത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ രാവണനാൽ വധിക്കപ്പെടുകയാണ്. അതിനാൽ ശൂർപ്പണഖയ്ക്ക് ഇഷ്ടമുള്ള വരനെ വിവാഹം കഴിക്കാനുള്ള അനുമതി രാവണൻ കൊടുക്കുകയാണ്. സീതയെ ലക്ഷ്മണരേഖയുടെ പുറത്ത് കടത്താനായി മാരീചനായി മാൻ വന്ന കഥ നമുക്കറിയാം. ശൂർപ്പണഖയ്ക്ക് ഒരു പങ്കുണ്ട്. അപ്പോൾ കൂടുതൽ കഥ അറിയാൻ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ഇട്ടാൽ നമ്മൾ വേറൊരു പാർട്ടായിട്ട് ഇതിൻ്റെ കഥ ഇടുന്നതായിരിക്കും. നമ്മുടെ ഫോക്ക് ഡാൻസിൻ്റെ ഫൈനൽ വരുന്ന കഥ എന്താണെന്ന് വെച്ചാൽ, രാമനാൽ വധിക്കപ്പെട്ടു. അങ്ങനെ തൻ്റെ പതിയെ വധിച്ച ആളെ വകവരുത്തി ശൂർപ്പണഖ സന്തോഷം കണ്ടെത്തുന്നു. അതാണ് നമ്മുടെ കഥാതന്തു. അപ്പോൾ മറക്കണ്ട, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ശൂർപ്പണഖയുടെ കഥ അറിയാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അടുത്ത ഒരു വീഡിയോയിൽ നമ്മളത് വിശദീകരിച്ച് പറയുന്നതായിരിക്കും. മേക്കപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്ബൂടെ ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വിശേഷങ്ങൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ കൂട്ടാക്കുന്നതിനോടൊപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം ID ശ്രീധർമ്മ, അത് താല്പര്യമെങ്കിൽ ഫോളോ ചെയ്തോളൂ. ഫേസ്ബുക്ക് IDയും ശ്രീധർമ്മ ദിവിൻ എന്നാണ്. അപ്പോൾ രണ്ടും ഒന്ന് ഫോളോ ചെയ്തോളൂ. അതോടൊപ്പം നമ്മുടെ എല്ലാ റീൽസിനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണേ. ഇനിയും കോമ്പറ്റീഷന് പോകാനുള്ളത് കൊണ്ടാണ് ഞാൻ സോങ്ങോടുകൂടി നമ്മുടെ ഡാൻസ് വീഡിയോയിൽ ഫുള്ള് അപ്ലോഡ് ചെയ്യാതെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയത്തെ കോമ്പറ്റീഷനോടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ. കേൾക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ശൂർപ്പണഖയുടെ പുത്രനാണ് ശംഭുകുമാരൻ. ദേവാസുര യുദ്ധത്തിൽ ശംഭുകുമാരൻ ലക്ഷ്മണനാൽ വധിക്കപ്പെടുന്നു. അങ്ങനെ ശൂർപ്പണഖയ്ക്ക് ലക്ഷ്മണനോട് പകയാകുന്നു. രാമ ലക്ഷ്മണന്മാരുടെ സൗന്ദര്യത്തെപ്പറ്റി ശൂർപ്പണഖ കേട്ടറിഞ്ഞ് അവൾ ഒരു ലളിതവേഷധാരിയായി പഞ്ചവടിയിൽ വന്നു. അപ്പോൾ പർണശാലയ്ക്കകത്ത് ശ്രീരാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാമപരവശയായ ശൂർപ്പണഖ ശ്രീരാമനോട് തന്നെ വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കുകയും ഇത് കേട്ട ശ്രീരാമൻ താൻ മാംഗല്യം കഴിച്ചതാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു.
ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ചെന്ന് ലക്ഷ്മണനും കൈയൊഴിഞ്ഞു. പെട്ടെന്നാണ് സീതയെ കാണുന്നത്. ഇവരുടെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കണമെന്നും സീതയെ രാവണന് കാഴ്ചവെച്ച് രാമനെ സ്വന്തമാക്കണം എന്ന രാക്ഷസ ബുദ്ധി ശൂർപ്പണഖയ്ക്ക് ഉദിക്കുകയുണ്ടായി. അതിനാൽ ചിത്തഭ്രമം പിടിപെട്ട് പർണശാലയ്ക്കുള്ളിൽ കടന്നുചെന്ന് ലക്ഷ്മണൻ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇവരുടെ മൽപ്പിടുത്തത്തിൽ ലക്ഷ്മണൻ ആകാശത്തിലേക്ക് ശൂർപ്പണഖയെ എറിയുകയുമുണ്ടായി. പിന്നെ രാക്ഷസിയായ രൂപത്തിലേക്ക് വന്നപ്പോൾ ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ അംഗങ്ങൾ ഛേദിച്ചു. അങ്ങനെ ദുഃഖിതയായി രാവണൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശൂർപ്പണഖ. തൻ്റെ സഹോദരിയുടെ ദുഃഖം കണ്ട രാവണൻ കോപിതനായി മാരീചൻ എന്ന മാനിനെ, അതായത് ശ്രീരാമൻ്റെ ചേട്ടനാണ് മാരീചൻ, മാനായിട്ട് വരാനായിട്ട് പറയുകയും അങ്ങനെ സീതയുടെ അടുത്തേക്ക് എത്തുന്ന മാനിൻ്റെ ഭംഗി കണ്ടിട്ട് രാമനോട് മാനിനെ വേണമെന്നാവശ്യപ്പെടുകയും ശ്രീരാമൻ മാനിനെ അമ്പെയ്യാനായിട്ട് പോകുമ്പോൾ മാരീചൻ തന്നെ ശ്രീരാമൻ അപകടത്തിൽപ്പെട്ടു എന്ന ഒരു ശബ്ദത്തിൽ നിലവിളിക്കുകയാണ്. അപ്പോൾ സീതാദേവി ലക്ഷ്മണനോട് പറയുകയാണ്, രാമദേവൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു, ഒന്ന് ചെന്ന് അവിടം വരെ ചെല്ലണമെന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മണൻ പറഞ്ഞു, ഭഗവാൻ അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞെങ്കിലും സീതാദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ലക്ഷ്മണൻ വരയ്ക്കുന്ന രേഖയാണ്, ഇതിൻ്റെ ഇപ്പുറത്ത് കടക്കരുതെന്നും പറഞ്ഞ് ലക്ഷ്മണ രേഖ വരയ്ക്കുന്നു. അങ്ങനെ ലക്ഷ്മണൻ രാമദേവൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്താണ് രാവണൻ വന്നിട്ട് സീതാദേവിയെ കൊണ്ടുപോകുന്നത്. ഈ കഥ എല്ലാവർക്കും അറിയാമെന്നെനിക്കറിയാം, എന്നാലും നമ്മുടെ ഈ നാടോടി നൃത്തത്തിനകത്ത് വരുന്ന കഥയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത്, രാവണൻ ശ്രീരാമനാൽ വധിക്കപ്പെടണം, രാവണന് മോക്ഷം കിട്ടാൻ. തൻ്റെ പതിയെ വധിച്ച ആളെ വകവരുത്തി ശൂർപ്പണഖ സന്തോഷം കണ്ടെത്തുന്നു. അതാണ് നമ്മുടെ ഫോക്ക് ഡാൻസിൻ്റെ ലാസ്റ്റായിട്ട് വരുന്നത്. എൻ്റെ എളിയ അറിവിൽ നിന്ന് ഈ ഫോക്ക് ഡാൻസിൻ്റെ കഥ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സോങ്ങോട് കൂടി നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മേക്കപ്പ് വീഡിയോയും ഫോക്ക് ഡാൻസിൻ്റെ കഥയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂട്ടാക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.